ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തന്നതായ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളെ കേൾക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. കുടുംബ കോടതികൾ ക്രിസ്ത്യാനികൾ ഒഴിവാക്കുക. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി കോടതികളെ സമീപിക്കുന്ന ആ രീതി ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതായ ഒരു വിഷയം. ഇന്ന് ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനും ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കേണ്ടതിനും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ ചാനലിലൂടെ ഞങ്ങളെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇത് വാസ്തവമായി ഒരു ദൈവത്തിൻ്റെ വചനമായി, ദൈവത്തിൻ്റെ ശബ്ദമായി കേൾക്കുവാൻ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ തുറക്കുമാറാകണമേ. ദൈവമേ, കർത്താവിൻ്റെ നാമത്തിൽ ഇത് പ്രഘോഷിക്കുമ്പോൾ ഈ പ്രഘോഷണം ദൈവമക്കൾക്ക് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ എല്ലാ ആലോചനകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ, മക്കളെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്നവർ, ദൈവമേ സ്തോത്രം. കുടുംബത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കരയുന്നവർ, രോഗികളായിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകേണ്ടതിന് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ സ്തോത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. തൃപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആ വിടുതലുണ്ടാകട്ടെ എന്ന് സമർപ്പിക്കുന്നു. യേശുനാമത്തിൻ്റെ പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ പ്രായത്തിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ളതും സംസാരിക്കേണ്ടി വന്നിട്ടുള്ളതും ചിലപ്പോൾ ചർച്ചകളിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടിയിരുന്നത്, പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, പിന്നെ നമ്മളെത്ര പറഞ്ഞാലും അനുസരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെയും വഹിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ കോടതികളിൽ കയറിയിറങ്ങണോ? ഞാൻ പറയുന്നത് വേണ്ട. അതിന് അനുഭവങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ശിക്ഷണങ്ങളിലൂടെയും ഒക്കെ പഠിപ്പിക്കുന്നതും പറയുന്നതുമായ ദേവദാസന്മാരുണ്ട്. അവരുടെ അടുക്കൽ ചെന്ന് കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നു എന്ന് നാം മനസ്സിലാക്കി കോടതികളുടെ കേസുകളെ പിൻവലിക്കുക. ചിലപ്പോൾ ഈ വചനം, ഈ പ്രസംഗം ചില ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷമായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ വീട്ടിനടുത്തോ പരിസര പ്രദേശത്തോ ബന്ധുക്കളോ ആരെങ്കിലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ, ഇനി ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തന്നെ ഈ വിഷയം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഒരു നല്ല അവസരമാണിത്. നിങ്ങൾക്ക്
ഞാൻ അനുഭവിച്ചതും പിന്നെ പങ്കെടുക്കേണ്ടി വന്നതുമായ അനുഭവങ്ങളിൽ നിന്ന് ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി തന്നെങ്കിൽ കൊള്ളാമെന്നുള്ള എൻ്റെ എൻ്റെ ലക്ഷ്യത്തോടു കൂടെയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടോ എനിക്കറിയില്ല. ധനവാന്റെയും ദരിദ്രൻ്റെയും പണ്ഡിതൻ്റെയും പാമരൻ്റെയും ആരുടെയും ഭവനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം. പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ നല്ലത്, അത് വളരെയേറെ നല്ലത്. ചിലർ അതിനെ കടിച്ച് പിടിച്ച് ഇനി വന്നുപോയി സഹിക്കണ്ടേ എന്ന് തീരുമാനിച്ചു പോകുന്നവരാണ് ഏറെ കൂടുതലുമുള്ളത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽക്കാരുടെ കുടുംബങ്ങളിൽ നമ്മൾ നിത്യമായി കാണുന്നതായ സംഭവങ്ങളാണത്. അതുകൊണ്ട് അതിനെ വിശദീകരിക്കേണ്ടതായ ആവശ്യം ഇല്ലല്ലോ. മക്കളായിട്ട് രണ്ടുപേരുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ കൊലപാതകം നടക്കുകയും സഹോദരങ്ങൾ വേർപിരിയുകയും ചെയ്യുന്നതായ അനുഭവം ഉണ്ടായതായിട്ട് ബൈബിളിൽ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അന്നേ തുടങ്ങിയത് തന്നെയാണ് ഈ പരിപാടി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇത് പിശാച് മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നിട്ട് കുടുംബങ്ങളെ തകർക്കുന്നതാണ് പിശാചിൻ്റെ പരിപാടി. അതാണ് യഥാർത്ഥ കാരണം. ഈ കുടുംബങ്ങൾ, നിങ്ങൾ എന്നെ ഏത് നിലയിൽ കണ്ടാലും കാര്യമില്ല, എന്നാൽ ഞാൻ പറയേണ്ടത് പറയുന്നു. മോഷ്ടിക്കുവാനും അറുപ്പാനും മുടിക്കുവാനും അല്ലാതെ ഈ പിശാച് വരുന്നില്ല. ഒരു കുടുംബം സന്തോഷമായിരുന്നാൽ ആ കുടുംബത്തിൽ എങ്ങനെ തകർക്കാം? രോഗം കൊണ്ട് തകർക്കാമോ? സംശയ വിചാരങ്ങളെ കൊണ്ട് തകർക്കാമോ? അല്ലെങ്കിൽ എന്തൊരു ബലഹീന വിഷയമുണ്ടോ ഭാര്യ ഭർത്താക്കന്മാർക്ക്, ഈ വിഷയത്തെ അവിടെ കൊണ്ടിട്ട്, സാമ്പത്തിക വിഷയമാണോ, ഇതെല്ലാം കൊണ്ടിട്ട് അവർക്ക് അവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നത് സാത്താന്യ സ്വഭാവമാണ്. ഈ സഹോദരന്മാർ യോജിക്കുമ്പോഴാണല്ലോ ഒരു കുടുംബം രൂപീകൃതമാകുന്നത്. ഈ രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ, ഒരേപോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരികയില്ലായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ. ആണിനും പെണ്ണിനും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരമ്മച്ചി ഒരു ദിവസം പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ട്, ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ സദസ്സിൽ വെച്ച് അവർ ഒരാണിൻ്റെ മുഖത്ത് മീശയും താടിയും ഒക്കെ ഉണ്ട്, പെണ്ണിന് എത്ര ശ്രമിച്ചാലും അതുണ്ടാകുന്നില്ല, അതെങ്ങനെയാണെന്ന് ചോദിക്കാനുണ്ടായി സദസ്സിനോട്. ഒരു സാധാരണ കാര്യമാണ്. അതെ, അപ്പോൾ ആണും പെണ്ണും എന്ന് പറയുന്നത് ഒന്നാണ്. നമ്മൾ ആണിനും പെണ്ണും തുല്യത എന്നൊക്കെ പറഞ്ഞാലും തുല്യത ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഈ കടുപ്പമേറിയ പണികളൊക്കെ ചെയ്യുന്നത് മിക്കവാറും സഹോദരന്മാരാണ്. സഹോദരിമാരും ഇപ്പോൾ അതിലേക്ക് വരുന്നില്ല എന്നല്ല, പക്ഷേ രണ്ട് തന്നെ, രണ്ട് രീതി, രണ്ട് സ്വഭാവം, രണ്ട് പ്രകൃതം, ഭക്ഷണ രീതി, ധനസമ്പാദന രീതി, ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ആധുനിക ലോകം പുരോഗമിച്ചപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യണം എന്ന് എൻ്റെ വിനീതമായ അപേക്ഷയാണ്. വിവാഹം കഴിക്കാൻ പോകുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവർ പരസ്പരം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും ചുരുങ്ങിയതായി ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒന്ന്,
ഒരു ഭാര്യ അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകുന്ന സഹോദരി അനുസരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് അതിന് തയ്യാറല്ല എന്ന് പറയുന്ന കുട്ടികളെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അത് കഴിയില്ല എന്ന് പറയുന്നവർക്ക് വിവാഹ ബന്ധത്തിൽ ആദ്യമേ ഏർപ്പെടാതിരിക്കുക. ഈ രണ്ട് കാര്യവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 50% വരെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് ആദ്യമേ തന്നെ ഗണിക്കാം. കീഴ്പ്പെടാൻ മനസ്സില്ലാത്ത സഹോദരിമാർ ഭാര്യമാരായി കിട്ടുന്ന യാതൊരുത്തൻ്റെയും ഗതി വളരെ അധോഗതിയായിരിക്കും. അതുപോലെ അവളേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ, അത് മൊബൈലാകട്ടെ, സിനിമയാകട്ടെ, അല്ലെങ്കിൽ ആത്മീയമാകട്ടെ, ഇങ്ങനെ ഏത് നിലയായാലും അവളേക്കാൾ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുടുംബവും ഒരിക്കലും യോജിച്ച് പോവുകയില്ല. അപ്പോൾ ഇത് നേരത്തെ ഒന്ന് മനസ്സിലാക്കുന്നത്, ചില സഹോദരങ്ങൾക്ക് ആരോഗ്യം എങ്ങനെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. ചിലർ ഈ സാമ്പത്തിക കാര്യങ്ങൾ മിതത്വമായി ചിലവഴിക്കുന്നവരുണ്ട്, ചിലർ ധാരാളമായി ചിലവഴിക്കുന്നവരുണ്ട്. ഇനി ഹോട്ടലുകളിൽ ചെന്ന് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കാൻ, ഇല്ലെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും ഹോട്ടലാകാൻ ഇഷ്ടപ്പെടുന്ന സഹോദരിയോ സഹോദരനോ ഉണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഭക്ഷണം വയ്ക്കാൻ ഇഷ്ടമില്ലാത്ത സഹോദരിമാരുണ്ടെങ്കിൽ ആ കുടുംബം ഒരിക്കലും മുന്നോട്ട് പോയിട്ടുമില്ല, പോവുകയുമില്ല. ഞാൻ ഈ പറയുന്നതെല്ലാം 90%, 10% ഇതിൽ നിന്ന് മാറിയിരിക്കും. ചിലപ്പോൾ അവർക്ക് ജോലിക്കാർ വീട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ അമിതമായ സമ്പത്തുണ്ടാകാം. അവർക്കത് അത് പരിഹരിച്ചാൽ വേറെ പല ഭയങ്കര കാര്യങ്ങളുണ്ട്. അത് അവരെ പിടികൂടുവാനിടയായിത്തീരും. സാത്താൻ അത് നോക്കിയിരിക്കുകയാണ്. ഈ സംശയ വിചാരങ്ങൾ, ഇത് സാത്താൻ്റെ ഒരു വലിയ അടവാണ്. ഭാര്യയെയും ഭർത്താവിനെയും സംശയ രോഗങ്ങൾ കൊണ്ടിട്ട് അവരെ പീഡിപ്പിക്കുന്ന ഒരു ഭയങ്കര പ്രതിഭാസം ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. വിവാഹം കഴിയുന്നവരെ മിക്കവാറും സഹോദരന്മാരും ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യമാരാണ് അധികവും. പത്ത് 70% പേര് അങ്ങനെയാണ്, സംശയം. അതുപോലെ 30% സഹോദരന്മാർ, പുരുഷന്മാർ സ്ത്രീകളെ സംശയിക്കുന്നവരുമുണ്ട്. ഇത് ദൈവം നോക്കിക്കൊള്ളും എന്ന് ഞാൻ അടുത്ത സമയത്ത് ഒരു വിദേശത്തായിരിക്കുന്ന സഹോദരൻ, നാട്ടിലായിരിക്കുന്ന സഹോദരി, ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, ഈ സഹോദരൻ വിദേശത്തായിരിക്കുമ്പോൾ ഇദ്ദേഹം എന്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ കരുതലോടെ ഇരിക്കുന്നില്ലേ? ആ സഹോദരനോ സഹോദരിയോ സംശയിച്ചുകൊണ്ട് നടന്നാൽ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അതൊരിക്കലും മുന്നോട്ട് പോകില്ല തന്നെ. അപ്പോൾ ഈ സംശയ വിചാരം ഒരു വളരെ പ്രധാനമായ കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണ ക്രമീകരണം അത് ഒരു കാര്യമാണ്. പിന്നെ അമിത ഭക്തിയും ഒരു കാരണം തന്നെ. ചിലർക്ക് എപ്പോഴും ഒരു ഭക്തി ഉണ്ടായി അതിൽ ലയിച്ചിരിക്കുന്നവർക്ക് എപ്പോഴും ഉപവാസം, പ്രാർത്ഥന, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പോവുകയും കുടുംബത്തിൽ ആ നിലയിലുള്ള സഹകരണം ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ കുടുംബവും മുന്നോട്ട് പോവുകയില്ല.
ഈ രണ്ടു പേർക്കും ഇഷ്ടാനുഷ്ഠാനങ്ങൾ പലതുണ്ടാകാം. പിന്നെ ചിലരെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കാത്ത ഒരു കണ്ടീഷനാണ് അത്. പിശാച് അവരുടെ മനസ്സിനെ കുരുടാക്കി കെട്ടിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ കൊച്ചുനാളിലെ തന്നെ ഈ ഭൗതിക കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായി ശ്രദ്ധയുണ്ടായി ആകർഷിക്കപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ധാരാളം ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളവും ഒരുമിച്ച് പോകുന്നത് ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങൾ ചർച്ചയിലൂടെ അവരുടെ ദുർവിചാരങ്ങൾ മാറ്റിയെടുക്കാനും കഴിയും. സാത്താൻ തന്നെയും ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് വാസ്തവത്തിൽ ആളുകൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് കുടുംബങ്ങളെ തെറ്റിച്ച സംഭവങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കുടുംബക്കാർ ഒരുമിച്ചാകുന്നതാണല്ലോ ഒരു കുടുംബമായി മാറുന്നത്. ഇതിൽ പൊങ്ങച്ചം പറയുന്ന കുടുംബക്കാർ, അതായത് ഭർത്താവ് പറയും എൻ്റെ കുടുംബവും ഞാനുമാണ് അങ്ങ് പൊങ്ങി നിൽക്കുന്നത്. ഭാര്യ പറയാതല്ല, അതിനേക്കാൾ പൊങ്ങി നിൽക്കുന്നതാണ് എൻ്റെ കുടുംബം. ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നു? രണ്ടുപേരും പറഞ്ഞ് അവസാനം അടിയിലും വഴക്കിലും കോടതികളിലും അവസാനിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ദൈവവചനം അനുസരിക്കാൻ തയ്യാറായാൽ നമുക്ക് ക്രിസ്തീയ വിഭാഗത്തിലുള്ളവർക്ക് കോടതികളെ മറികടന്ന് കുടുംബത്തിൽ ഭംഗിയായി പോകാൻ കഴിയും. അതിന് ക്ഷമാശീലവും ക്ഷമിക്കുക, പൊറുക്കുക, ഈ വിധമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞതും മാത്രമല്ല, അനേക പ്രശ്നങ്ങൾ കടന്നു വരാം. അതിന് പരിഹാരവും ഉണ്ട്. നമ്മുടെ മുൻ കുടുംബക്കാർ, പിതാക്കന്മാർ, മാതാക്കൾ അനുഭവിച്ചതായ അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുള്ളപ്പോൾ അതിനെ മാതൃകയാക്കാം. ദൈവത്തിൻ്റെ വചനം ഏറ്റവും പ്രയോജനപ്രദവുമാണ്. കർത്താവിൻ്റെ വചനം ഗ്രഹിക്കുകയും അതിനെ ഹൃദ്യസ്ഥമാക്കിയിരിക്കുകയും അതിനെ വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു സാരമില്ല എന്ന് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഞാനെന്നുള്ള ഭാവം മാറ്റിയെടുത്താൽ, അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ ഞാൻ എന്നുള്ള ഭാവം നമ്മൾ മാറുകയാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഇന്ന് മൊബൈലിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സിനിമയുടെയും ഒക്കെ അതിപ്രസരം ആളുകളെ പിടിച്ച് അമർത്തി വച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വിശ്വാസമില്ല. ആ സ്വർഗരാജ്യത്തിൽ പോകണമെന്നുള്ള താല്പര്യമില്ല. അത് വരും പോലെ കാണാം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്നുള്ളത് സത്യമാണ്. ആർക്കും സ്വസ്ഥത ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വസ്ഥത അത് ഉണ്ടാക്കണം? സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. സമാധാനം നമ്മൾ ഉണ്ടാക്കണം. മറ്റുള്ളവരെ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ആ കൂട്ടിന് സമാധാനം ഉണ്ടാക്കണം. ഒരു കഥ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഒരിക്കൽ
ഒരു സഹോദരനും സഹോദരിയും വിവാഹിതരായി. അവർ 50 വർഷം ഒരുമിച്ച് ജീവിച്ചു. മക്കളും അവരുടെ മക്കളൊക്കെ ജനിച്ചു. അപ്പോൾ 50 വർഷമായപ്പോൾ എല്ലാവരും പത്രക്കാരൊക്കെ വന്നു. അവരെ വിളിച്ചു കൂട്ടി കാര്യങ്ങളെയൊക്കെ സംസാരിച്ചു. അതിലൊരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബജീവിതം ഇത്രയും ഭംഗിയായി പോകുവാനുള്ളതായ കാരണം എന്താണ് എന്ന് ചോദിച്ചു പോലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുത്തു. ആ കല്യാണം കഴിഞ്ഞ സമയത്ത് രണ്ടുപേരുടെയും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ബുക്കിൽ എഴുതി വയ്ക്കുക. ഭർത്താവ് എന്ത് ചെയ്യണം, ഭാര്യ എന്ത് ചെയ്യണം, അങ്ങനെ ആ കാര്യം നോക്കി പരിഹരിച്ചു പോവുക. അപ്പോൾ ഭർത്താവ് എഴുതുന്ന ബുക്കിൽ ഒന്നും എഴുതി കണ്ടില്ല. ഭാര്യയുടെ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി കണ്ടു. അതിന് പരിഹാരം കാണാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇനി സംസാരം പെരുകി വരുമ്പോൾ രണ്ടുപേരും തീരുമാനിച്ചത്, സംസാരം പെരുകി വരുമ്പോൾ ഭാര്യ അടുക്കളയിലോട്ട് കയറി പോകണം, ഭർത്താവ് പുറത്തോട്ട്, വീട്ടിൻ്റെ പുറത്തോട്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോകണം, കുറേ കഴിഞ്ഞതിന് ശേഷം വരണം. അപ്പോൾ രണ്ടുപേരും സമ്മതിച്ചു. അങ്ങനെയാണ് അവരുടെ കുടുംബജീവിതം തുടങ്ങിയത്. എന്നാൽ അപ്പോൾ നിങ്ങൾക്ക് വിജയകരമായ കാര്യം ഇങ്ങനെ രണ്ടുപേരും അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു പത്രക്കാരൻ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പുറത്തോട്ട് പോകാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും സഹിക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ വലിയൊരു ഭാഗം നമുക്ക് തന്നെ ദൈവവചനത്തിലൂടെ പരിഹരിക്കുവാനിടയായിത്തീരും. തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പരിമിതിയുണ്ടല്ലോ. ഒരു കാര്യം പറയുന്നത്, കുടുംബ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കോടതികളിൽ കയറിയിറങ്ങാതെ നമുക്ക് തന്നെ പറഞ്ഞു തീർക്കുവാനുള്ളതായ അവസരങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.